20 പൗണ്ടിൻ്റെ ഫേക്ക് നോട്ട്, അതായത് ഒറിജിനൽ അല്ല, നമ്മുടെ നാട്ടിൽ പറയുന്ന സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ കള്ളനോട്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഞാനിവിടെ UK ഒരു ചെറിയ ഷോപ്പിൽ ചെന്നപ്പോൾ ആ കടയുടെ ഉള്ളിലെ ഒരു വിൻഡോയിൽ ഇതിങ്ങനെ ഒട്ടിച്ച് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ. ഇവിടെ താമസിക്കുന്നവർക്കറിയാലോ, നല്ലൊരു ശതമാനം ആളുകളും ഒരു പൗണ്ട് ആണെങ്കിൽ കൂടി പേയ്മെൻറ്റ് നടത്തുന്നത് ബാങ്ക് കാർഡുകൾ വഴിയാണ്. അത് പക്ഷേ കള്ളനോട്ടിനെ പേടിച്ചിട്ടല്ല കേട്ടോ. പക്ഷേ എല്ലാ പേയ്മെൻറ്റുകളും നമുക്ക് ബാങ്ക് കാർഡ് വെച്ച് നടത്താനും പറ്റില്ല. കാരണം പല കാര്യങ്ങൾക്കും ബൈ ക്യാഷ് തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. അതായത് എങ്ങനെയൊക്കെ ആയാലും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷായിട്ട് നമ്മൾ വെക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കടയിൽ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഇതേപോലെ ഒരു ഫേക്ക് നോട്ടുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചോദ്യങ്ങളായി, എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ആര് തന്നു, ഇനി വേറെ ഉണ്ടോ കയ്യിൽ, വിളിയടാ പൗലോസിനെ, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. പക്ഷേ ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കീറി നോട്ട് കൊണ്ട് ഒരാളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കടക്കാരൻ പറയും, ഇത് കീറി നോട്ടാണ്, നല്ല നോട്ട് താ എന്ന് പറയുന്നത് പോലെ ആണോ ഇവിടെ? ആരെങ്കിലും ഇതേപോലെ ഒരു ഫേക്ക് നോട്ട് എവിടെയെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്താൽ അത് മേടിക്കാൻ പോകുന്ന ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അത് ഫേക്കാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയുമായിരിക്കും ഇത് ഫേക്കാണ്, എടുക്കില്ല എന്ന്. ഇനി അതല്ല, മറ്റ് എന്ത് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കാൻ പോണതെന്നും അറിയില്ല. അതുമാത്രമല്ല, UK ഫേക്ക് നോട്ടുകൾ അല്ലെങ്കിൽ കള്ള നോട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ചിന്തിച്ച് പോവേണ്ട ഒരാവശ്യം തൽക്കാലമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ATM ബാങ്ക് വഴി കിട്ടുന്ന നോട്ടുകൾ ഓക്കെ ആയിരിക്കും. പക്ഷേ ബൈ ക്യാഷായിട്ട് കിട്ടുന്ന നോട്ടുകളിൽ ഫേക്ക് നോട്ടുകളും കയറി വരാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, പ്രധാനമായിട്ടും ഫേക്ക് നോട്ടുകൾ കയറി വരുന്നത് 10, 20, 50 നോട്ടുകളിലാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ UK താമസിക്കുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെങ്കിൽ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ ഓക്കെ, ശ്രദ്ധിക്കുക, കാശ് കയ്യിൽ നിന്ന് പോവാതെ നോക്കുക.